HSRC എന്നും പറഞ്ഞ് റോട്ടിൽ ഒരു അടയാളം ഇട്ടതായിട്ട് കണ്ടു. അത് സർവേ നടന്നതായിട്ടാണ് കരുതുന്നത്. ഇവിടെ സർവേക്കാർ വന്നായിരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ചേച്ചി പറഞ്ഞതനുസരിച്ച് ഞാൻ ചോദിച്ചായിരുന്നു സംഭവം. അവർ പറഞ്ഞത് സാമ്പിൾ സർവേ ആണ്, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഇതൊക്കെ ഉറപ്പാക്കി പറയാൻ പറ്റില്ല, ഇനി വേറെ ആൾക്കാർ 2 മാസം കൊണ്ട് വരും, ആ സർവേയാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് നിങ്ങൾക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഞാൻ ആ സാറിനോടും പറഞ്ഞു, സാറിത് ഞങ്ങൾ ഇട്ട് പോകേണ്ട വരുമോ, ഇത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് മെട്രോ ട്രെയിൻ ഇതിൻ്റെ ആണെന്ന് പറഞ്ഞു, മെട്രോ ട്രെയിനിൻ്റെ എന്തോ ഒരു ഇതാണ്. അപ്പോൾ ഇത് എന്തായതാന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്കത് അറിയാനുള്ള ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിലാണെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ഇത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് പോകുന്നൊരു പേടി, അപ്പോൾ ഇതെന്തായതാന്ന് അറിയാനുള്ളൊരു താല്പര്യം. ഇത് വ്യക്തമായിട്ട് ഞങ്ങൾ അറിയണത് കൊണ്ട് ഞങ്ങൾക്ക് എന്താ സംഭവിക്കുക, ഞങ്ങൾക്ക് ദോഷം വരരുത്. ഞാൻ പലരോടും പറഞ്ഞു, പക്ഷെ ആരും അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത് എന്താ ഏതാന്നൊക്കെയുള്ളൊരു ചിന്താഗതിയിലാണ് ഇപ്പോൾ നിൽക്കണത്. അപ്പോൾ ഞാൻ കുറച്ച് പേരോടൊക്കെ പറഞ്ഞു. അപ്പോൾ ചേച്ചിയും ചോദിച്ചു. അപ്പോൾ ആ സാറ് പറഞ്ഞത് ഇങ്ങനെ ഇത് കോൺട്രാക്ട് എടുത്തേക്കുന്നതാണെന്നൊക്കെയാണ് പറഞ്ഞത്. വ്യക്തമായിട്ട് ഞങ്ങൾക്ക് കിട്ടില്ല. പ്രശ്നമില്ലാന്ന് പറഞ്ഞ എല്ലാവരും വണ്ടിയിലാണ് വന്നത്. ഒരു ചുമന്ന മറ്റേ മെട്രോ ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഡൽഹി മറ്റേ വണ്ടി എന്തോ അവർ എഴുതിയിട്ടുണ്ട്, ഡൽഹി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിയില്ല, കാരണം വെച്ചാൽ അല്ല അതിലുണ്ട് റെഡ് കളർ മറ്റേ വലിയ വണ്ടിയില്ലേ പോലീസിന് അങ്ങനത്തെ ടൈപ്പ് വണ്ടിയാണ്. കൂടുതൽ വണ്ടിയെ കുറിച്ച് എനിക്ക് അറിയില്ല. പക്ഷെ അതിൽ ഒരു പ്രായമായ ഒരാളുണ്ടായിരുന്നു. അവർക്കൊന്നും വഴി പറഞ്ഞു കൊടുക്കണം. അവർ പെട്ടെന്ന് നമ്മുടെ വഴിക്കൂടെ പോയി അവിടെ ചെന്നു, ഇവിടുത്തെ കഴിഞ്ഞിട്ട് അങ്ങനെ പോയി അളവെടുത്ത് പോയി. ഞാൻ അതിലെ പറയാ കണ്ട ഒരു പുസ്തകം ഉണ്ടായിരുന്നു എന്നാണ്. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. മാഡത്തിന്റെ കയ്യിൽ പുസ്തകം ഉണ്ടായിരുന്നു. ഞാൻ കാണുമ്പോൾ ഞാൻ അവിടെ കണ്ട ഇത് ദേവാലയം എന്നൊക്കെ ചോദിച്ചു. പള്ളി ഏതാന്നൊക്കെ ചോദിച്ചു. തിരുവനന്തപുരത്തായിരുന്നു തോന്നുന്നു. പിന്നെ മറ്റൊരു പയ്യൻ ഹിന്ദിക്കാരനാണ്. പക്ഷേ ആ ചേട്ടൻ ഹിന്ദി പറഞ്ഞെങ്കിലും, വയസ്സായ ആ ചേട്ടൻ ഹിന്ദി പറഞ്ഞെങ്കിലും മറ്റേ ഡ്രൈവർ മലയാളം പറഞ്ഞ ആളെ കയറിടുമെന്ന് പറഞ്ഞ് കയറ്റി. അപ്പോൾ ഇത് നമ്മളറിയാതിരിക്കാൻ വേണ്ടി ഹിന്ദി പറഞ്ഞതെന്ന് മനസ്സിലായി. പിന്നെ ഇതെന്താന്ന് അറിയാം. അപ്പോൾ ആ ഡ്രൈവർ ഞാൻ സംസാരിച്ച് ഡ്രൈവറുടെ അടുത്ത് പറഞ്ഞ് നിൽക്കായിരുന്നു. അപ്പോൾ ആൾക്ക് എല്ലാം സത്യാവസ്ഥ മനസ്സിലായിരുന്നു. അപ്പോൾ ആള് പറഞ്ഞപ്പോൾ എനിക്കും ആളെ പറയണപ്പോൾ എനിക്ക് മനസ്സിലാവും മലയാളിയാണ്. അപ്പോൾ ചിരിക്കുന്നുണ്ട്. അപ്പോൾ മലയാളം മനസ്സിലാവുന്ന ഒരു വ്യക്തിയാണ്, ശരിക്കും ഒരു മലയാളിക്കാരനാണ്, ഹിന്ദി കൂടി അറിയാം എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതിനൊരു ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നെ ഞങ്ങൾക്കിത് സത്യം തന്നെയാണ്. ഞങ്ങൾക്ക് കറക്റ്റ് അറിയണത് എന്താണ്. അവരെപ്പോഴും ഇത് എന്തിനാണെന്നുള്ളത് നമ്മുടെ ഒളിച്ചു പിടിക്കാൻ ശ്രമിച്ച പോലെ തോന്നുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഇത് കുഴപ്പമില്ല എന്ന് പറയണം. പക്ഷെ കുഴപ്പമില്ല, ഇങ്ങനെ സർവേ ചെയ്ത് പോയത് ഇനി 50 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല. ഇപ്പോൾ നടക്കുന്ന കാര്യമാണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയാം. അത് ആരും പഞ്ചായത്ത് ആരൊക്കെ ഞങ്ങൾക്ക് അറിഞ്ഞത് ഞങ്ങൾ ഇവിടെ പറഞ്ഞു. ഇവിടുത്തെ ആർക്ക് ആക്സിഡന്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ബാധിക്കും, ഞങ്ങൾക്കും ബാധിക്കുള്ളൂ. അതുകൊണ്ട് ഇപ്പം എല്ലാവരും കൂടി വന്നാലേ പ്രകാശിന്റെ അത് ചേച്ചിക്ക് അറിയുള്ളൂ. എന്നോട് അതൊന്നും പറഞ്ഞില്ല. മെട്രോ ട്രെയിനാണ്. പിന്നെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എടുത്തില്ല. അതിനെ കുഴപ്പമില്ല. പിന്നെ നമുക്ക് അങ്ങനെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും അറിയുന്നതാണെന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ കൂടുതൽ അറിവില്ലാത്തതുകൊണ്ട് ചോദിക്കാനും പറ്റില്ല. ഇടക്കുന്ന് പള്ളി ഒരു മഠത്തിന്റെ ഫ്രണ്ടിലായിട്ടാണ്. പള്ളിയുടെ അപ്പുറത്തെ മഠത്തിന്റെ മാർക്ക് ചെയ്തിരിക്കുന്നത് ടാർട്ടർ റോഡിൽ തന്നെ. നമ്പർ എഴുതിയിട്ടുണ്ട്. നമ്പർ ഞാൻ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചില്ല. ഇതുപോലെ 2 ആരോ കൊടുത്തിരിക്കുന്നു. നമ്പർ പിന്നെ ആ ഭാഗത്ത് ഞാൻ കണ്ടിട്ടില്ല. ഇതിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നെ ഇവിടെ മുള്ളമ്പാറ കപ്പോളയുടെ അടുത്തും ശ്രദ്ധയിൽപ്പെട്ടു. കല്ലുത്തിലുണ്ടെന്ന് പറഞ്ഞു കേട്ടു. എന്റെ ഇത് ശ്രദ്ധയിൽപ്പെട്ടില്ല. ജനങ്ങളാകെ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ആകാംക്ഷയിലാണ് എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താന്നുള്ളത് ആർക്കും ഒന്നും അറിയില്ല. പറഞ്ഞു കേൾക്കുന്നത് എന്താണോ അതറിയില്ല. ജനങ്ങളിത് എന്താണെന്ന് അറിയാൻ പലരും അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഇത് ഏത് സ്ഥലം? കല്ലൂത്തി എന്ന് പറയും. കല്ലൂത്തി. ഇവിടെ ഇങ്ങനെ കുട്ടികൾ അടിച്ചിട്ടുണ്ട്. അവർ മാർക്ക് ചെയ്തത് എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്തിരിക്കുന്നു? ഇത് സർവേ നടന്നുണ്ടല്ലോ. ഇത് മെട്രോ റെയിൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് വന്നത്. അവരുടെ വണ്ടിയായിരുന്നത്. മെട്രോ റെയിൽ എന്താ എഴുതിയിരിക്കുന്നത് വണ്ടിയുമേ? മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നാണ് വണ്ടിയുമേ എഴുതിയിരിക്കുന്നത്. പിന്നെ അവർ 3 പേരുണ്ടായി. 2 ഹിന്ദിക്കാരും ഒരു മലയാളക്കാരനായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു മോളിക്കൂടെ പോകണം ട്രെയിനിൻ്റെ എന്നാ പറഞ്ഞത്. വേറെ 2 പോസ്റ്റ് ഉയരത്തിലേക്ക് പോവാന്ന് പറയണേ. അങ്ങനെ പറഞ്ഞു. പിന്നെ ഇനി എത്രാമത്തെ സർവേയാണ് ഇവിടെ നടന്നത്? ആദ്യമായിട്ട് വരുന്നതാണ്. അത് ആദ്യമായിട്ട് വരുന്നത്.
ഇനി അങ്ങോട്ട് സർവേ നടത്തിയിട്ടുണ്ട്. കപ്പേളോടെയുണ്ട്. പിന്നെ ആ ഭാഗത്ത് എവിടെ കണ്ടിട്ടുണ്ട്. ഇന്നലെ ഒരു സർവേ കുറ്റി ഇടാൻ വേണ്ടി സംഭവമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ വീണ്ടും വന്നില്ല. ഇവിടെ എത്തിയിട്ടില്ല. ഏത് ഭാഗത്ത് ഇട്ടത്? ഒന്ന് പള്ളിയുടെ അടുത്തൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ ഇവിടെ നിന്നാണ് സിമെന്റും കാര്യങ്ങളൊക്കെ കടയിൽ നിന്ന് മേടിച്ചു. അപ്പൊ എന്തെങ്കിലും ചോദിച്ചിരുന്നോ കടക്കാര്? കടക്കാർ ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഇങ്ങനെയാണ് 5 കൊല്ലത്തിനുള്ളിലൊക്കെ വരും എന്ന് പറയണ അവര്. അങ്ങനെ പറഞ്ഞു കടക്കാർ. എവിടെ മുതലാന്നുള്ളതെല്ലാം പറഞ്ഞിരുന്നു. അതൊന്നും പറഞ്ഞു. തിരുവനന്തപുരം ആണെങ്കിൽ മംഗലാപുരം വരെ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. നെടുമ്പാശ്ശേരി വഴി എയർപോർട്ട് വഴി. ബുള്ളറ്റ് ട്രെയിനാണോ അതേ വേറെ? അവര് മെട്രോ എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയേക്കണത്. വണ്ടിമേ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇനി എന്താണെന്നറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ സ്പീഡിൽ പോണ സംഭവമൊക്കെയെന്ന് പറയുന്നത്. ജപ്പാന്റെ സംഭവം എന്നൊക്കെ അവർ പറയണ്ടായിരുന്നു. അപ്പൊ ഇത് വില്ലേജിൽ പോയി അന്വേഷിച്ചു. അപ്പൊ ജനങ്ങളത് വില്ലേജിൽ അന്വേഷിച്ചപ്പോൾ അവര് പറഞ്ഞത് ഇങ്ങനൊരു സംഭവം ഞങ്ങൾക്ക് അറിയില്ല, വില്ലേജിൽ അറിയില്ല. സത്യത്തിൽ ജനങ്ങൾക്കും വില്ലേജിനും അറിയാത്തൊരു സംഭവമാണ് ഇത് നടന്നിരിക്കുന്നത്. ഇനി എന്തെങ്കിലും പറയാണ്ടോ ഇതിനെ കുറിച്ച്? നിങ്ങൾക്ക് രാഷ്ട്രീയക്കാരെ ബന്ധപ്പെട്ടിരുന്നോ? ഇല്ല. നമ്മളിതൊന്നും ഒരാൾക്കൊന്നും അറിയില്ല ഇതിനെ പറ്റി. ഇപ്പൊ ഇതൊരു മരക്കുറ്റിയല്ലേ ഉള്ളൂ, നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. മാത്രല്ല അവിടെ റോട്ടിൽ എഴുതിയിട്ടുണ്ട്. അതില്ല പുഴയുടെ ഇപ്പുറത്തായിട്ട് ഒരു വീട്ടിൽ ചെയ്തിട്ടുണ്ടെന്ന്. താമസിക്കുന്ന വീടാണ്? താമസിക്കുന്ന വീട്ടില്. പിന്നെ എവിടെ ഈ കടക്കാരൻ കുന്നില് ചർക്കയുടെ പള്ളിയുടെ അടുത്ത്. ഇവിടെ തൊട്ടടുത്ത വീട്ടില് ഒരു മഞ്ഞ പെയിന്റില് സർവേക്കാർ എന്ത് എഴുതിയിട്ട് പോയതായിട്ട് കാണും. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അവര് സർവേക്കാരെ ആരാണ് വന്നതെന്നുണ്ടെന്നല്ല ഒരറിവില്ല. ഹിന്ദിക്കാരെ വന്നാണ്. അവർ വന്നു, ആ സാധനം ചെയ്തു. ഞാൻ ചോദ്യം ചെയ്തു, എന്താ ഇവിടെ ചെയ്യുന്നതെന്ന്. ഞാൻ സർവേ വന്നു. മെട്രോയുടെ കാര്യത്താണ്. മെട്രോയിൽ വീട്ടിൽ പൂട്ടിച്ചാൽ ചത്ത് ആദ്യമാണെന്ന് ചെയ്യാൻ പറ്റും. അത് ഞങ്ങളുടെ കാര്യം ഞങ്ങൾ ചെയ്യും. ചേട്ടൻ കൂടുതൽ വർത്തമാനം പറഞ്ഞതിന് ചേട്ടൻ പോലീസ് പിടിക്കുന്നു. ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. ഇവിടെ ഈ വീട്ടുകാർ ഇവിടെ നിന്ന് പോയിട്ട് എത്ര നാളായി? അവിടെ ഇല്ല, ആരും ഇല്ല. അവിടെ 6-7 മാസമായി അവര് പോയിട്ട്. എവിടെയാ അവര്? അവര് ഭാര്യ മരിച്ചുപോയി. പിള്ളേരൊക്കെ വേറെ സ്ഥലങ്ങളിലേക്കാണ്. അയാള് ചിലപ്പോ വരും, പോവും, ഇത്രയുള്ളൂ. അപ്പൊ അവിടെ എങ്ങനെ അവരുടെ പ്രസൻസ് ഇല്ലാതെ അവിടെ ആ വീടുകളിൽ എന്താ പറയാ, വീടിൽ നിന്ന് തന്നെയാണ് എഴുതി വെച്ചേക്കുന്നത്? വീട് പോകുന്നുള്ള മട്ടിലാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ ആ വീടിന്റെ മേലെ ആ വീട് പോകുന്നുള്ള മട്ടില് ഒരു സർവേയുടെ അടയാളം എഴുതുന്നതായിട്ട് കാണുമ്പോൾ നമ്മൾ അയൽക്കാർ ചോദിക്കുമ്പോൾ പോലീസ് പിടിപ്പിക്കുന്നത് ഭീഷണിപ്പെടുത്തും. അതായത് നിങ്ങള് കൂടുതൽ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ടുപോകും. മനസ്സിലായോ? അതായത് നിങ്ങൾ കൂടുതൽ വർത്തമാനം ഞങ്ങൾ മെട്രോയുടെ ആൾക്കാരാണ്, ഗവൺമെന്റിന്റെ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അവര് എന്ത് പദ്ധതിയാന്ന് അവര് പറഞ്ഞോ? അവിടെ എന്താ വരാൻ പോകുന്നതെന്ന് പറഞ്ഞോ? പറഞ്ഞു. മോളിൽ കൂടെ ട്രെയിൻ പോകണമെന്ന് തോന്നുന്നു. അതിന്റെ ഇതാ. അപ്പം മോളിൽ കൂടെ ട്രെയിൻ പോകണമെങ്കിൽ അയാളുടെ ഇത് വേണല്ലോ. ഇവിടെ കാല് വരണമെങ്കിൽ അയാളുടെ സാധനം വേണല്ലോ, അയാളുടെ സാധനം വേണല്ലോ, അയാളുടെ ഇത് വരണമെങ്കിൽ. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ കൂടുതൽ വർത്തമാനം വെക്കണ്ട, പോലീസ് വിളിക്കുന്നു. അങ്ങനെയാണ് ഉണ്ടായിട്ടല്ലേ? എന്നിട്ട് ഇത് സംബന്ധിച്ച് ആരെങ്കിലൂടെ പറഞ്ഞോ? അതേ അയൽക്കാരോടൊക്കെ പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് കാര്യം തോന്നുന്നു. അപ്പൊ ഇയാൾ വന്നു കഴിഞ്ഞപ്പോ രണ്ടാമത്തെ ദിവസം ഇയാൾ വന്നിട്ടുണ്ടായിരുന്നു. വന്നു കഴിയുമ്പോ ഇയാൾക്ക് വിവരം പറഞ്ഞു. വിവരം വന്നു കഴിഞ്ഞപ്പോ അയാള് കാര്യം അന്വേഷിച്ചു. രാജേട്ടനായിരുന്നു, അപ്പുറത്തെ ചേട്ടനായിരുന്നു, തോമസേട്ടനായിരുന്നു. ഇനിയിപ്പോ അവിടെ കുത്തി വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായ രീതിയിൽ നിങ്ങളുടെ വീട് പോകുന്നുള്ള പേടിയില്ല? നമുക്ക് പേടിയൊന്നുമില്ല. പക്ഷെ എന്ത് സംഭവം എന്നറിയണ്ട നമുക്ക്. അത് അവരറിയിക്കാൻ തയ്യാറല്ല അല്ല. ശരി. എന്ത് സർവേ നടക്കുന്നതെന്ന് ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നതെന്ന് ഒന്നും അവർ പറയാൻ തയ്യാറല്ല. രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ. അതന്നെ. വാർഡ് മെമ്പർമാരെ ചോദിച്ചപ്പോൾ അവർക്ക് വല്ലതും അറിയാം? അവർക്കൊന്നും അറിയില്ല. അവർക്ക് സംബന്ധിച്ച് ഒന്നും അറിയില്ല. അപ്പൊ അവര് രഹസ്യമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമ്മളെ പോലീസ് പിടിപ്പിക്കുന്നത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ശരി. ഇനി കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എനിക്ക് ഒരു വിഷയമില്ല കാര്യത്തില്. അതായത് ഞാൻ ഏത് രീതിയിൽ പോകാൻ തയ്യാറാണ്. കാരണം വെച്ചാൽ നമ്മളെ എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മുടെ സ്ഥലം പോകാനായിട്ട് നമുക്ക് പറ്റില്ല. നമുക്ക് ഈ ആകെ 5 സെന്റ് സ്ഥലമുള്ളൂ. ഇത് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഷ്ട കേസൊന്നല്ലോ. ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് ചെയ്യും. കണ്ണൂരിലേക്ക് പോകാൻ പറ്റുമോ? അവിടെ സ്ഥലമില്ല. പിന്നെ എന്ത് സർക്കാർ
ശരി, ഇനിയിപ്പോ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് എവിടെയൊക്കെയാ പോയേക്കണെന്ന് അറിയാമോ? ഇതിന്റെ വടക്ക് വശത്ത് എന്നിട്ട് അവിടെ ഇതുപോലെ തന്നെ വീടുകളിലോ അല്ലെങ്കിൽ വീടിന്റെ ചുറ്റുവട്ടത്ത് എവിടെ? ആ വീടല്ല, ഒക്കെ വഴിയാണ് വഴി കൂടെയാണ്. പുഴ കവർ ചെയ്യണേ. എവിടെയെങ്കിലും അങ്ങനെ അടയാളപ്പെടുത്തിയതായിട്ട് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? എവിടെയാ? ജോബിയുടെ വീടിന്റെ അപ്പുറത്ത് ഉണ്ട് അല്ലേ? ഉണ്ട്. റോഡിൽ തന്നെയാണോ? ആ, റോഡ് തന്നെ. പിന്നെ നമ്മുടെ പട്ടിയുടെ അവിടെ ഷാപ്പില്ലേ? അല്ല, ആവശ്യം പോയി നോക്കിയിരുന്നു. ഞങ്ങൾ നോക്കിയിരുന്നു, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അവിടെ എല്ലാം ഉണ്ട്. ഇനി അവരെന്ന് വരുന്നവരും പറഞ്ഞിട്ടുണ്ടോ? അടുത്ത ആഴ്ച വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വീട് ഇരിക്കുന്ന ആ കുളിമുറിയുടെ അവിടെയാണ് കുറ്റി വെച്ചേക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ ചോദിച്ചില്ലേ? ഞാൻ വന്ന് ചോദിച്ചത് എന്തിനാ നിങ്ങളിത് മാർക്ക് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഇത്ര മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പം അവര് എന്താ പറഞ്ഞത്? ഇവിടെ ഒരു ലൈൻ ബോർഡിലെന്ന് പറഞ്ഞു, ട്രെയിൻ പോകാനുള്ളതാണ്. ലൈൻ ബോർഡിൽ ഈ ഒഴിക്കുന്നു മാത്രമേ പറഞ്ഞത്. ബാക്കി വിശദാംശങ്ങൾ കൂടുതൽ അന്വേഷിച്ചില്ല. അത്രയേ ഉള്ളൂ. അത്ര എന്തെങ്കിലും കടലാസ് തരികയോ വല്ലതും തന്നിട്ടില്ല? ഒന്നും തന്നിട്ടില്ല. എത്ര പേരുണ്ടായിരുന്നു അവര്? ഒരു 3 ആള്. 3 ആളുണ്ടായിരുന്നു. അവരാ കുറ്റി വെക്കുന്നതിന് മുമ്പ് നമ്മളോട് അനുവാദം ചോദിക്കുക വല്ലതും ചെയ്തോ? ഒന്നും ചോദിച്ചില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ ഇവിടെ വന്നത് എന്തിനാ ഇളക്കണമെന്ന് ഞാൻ ചോദിക്കരുത്. അപ്പോൾ പറഞ്ഞത് ഇവിടെ ഒരു ലെയർ മാറ്റുന്നുണ്ട്, അതിന് മാർക്ക് ചെയ്യണമെന്ന്. അതായത് ഈ ബിൽഡിങ്ങിന് തന്നെ അവർ അടയാളപ്പെടുത്തിയിട്ട് പോലും നിങ്ങളോട് അനുവാദം ചോദിക്കാതെ ചെയ്തത് അല്ലേ? അല്ലേ? എന്നോടൊന്നും ചോദിച്ചില്ല. ശരി, അതപ്പോൾ അത് അവർ അടയാളം വെച്ചതിന് ശേഷമാണ് എന്തിനാണെന്ന് ചോദിച്ചത്? അവർ അപ്പുറത്ത് വന്നു, അതിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഞാൻ അവരോട് ചോദിക്കുകയില്ല, ഇത് എന്തിനാ അടയാളപ്പെടുത്തുന്നു.